ഹായ്. അപ്പോ എന്നെയും റീചേട്ടനാണ് അവിടെ കൊണ്ടുവന്നത്. റീചേട്ടനെ കണ്ടുമുട്ടുക എന്നുള്ള ഒരു പ്രശ്നത്തിനാണ്. സീരിയസ്ലി നമ്മളവിടെ കോയമ്പത്തൂര് ഒരു കണ്ടക്ടർ 50 രൂപയോളം കൈക്കൂലി വാങ്ങാം, ഇരിക്കാനുള്ള സീറ്റിന് വേണ്ടിയിട്ട് 50 രൂപയോളം കൈക്കൂലി വാങ്ങാം. സ്ത്രീകളോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന സമയത്ത് ഞാൻ പ്രതികരിച്ച് കണ്ടു കഴിഞ്ഞപ്പോഴാണ് റീചേട്ടൻ പറഞ്ഞത്, നീ വരണോ, നീ ഇതുപോലത്തെ ഒരു ഫോഴ്സിന്റെ ഭാഗമാണോ, നീ ഇതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു സംഭവം എന്നോട് സംസാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് അങ്ങനെ കോണ്ടാക്ട് എന്ന് പറയുന്നത് സംഭവമൊന്നുമില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 29-ാം തീയതി നമ്മുടെ പരിപാടി ഉണ്ട്, വരണം എന്നുള്ള ഒരു രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 29-ാം തീയതി ഞാൻ നോക്കുമ്പോൾ നമ്പർ കാണില്ല. പക്ഷെ അദ്ദേഹം എന്തായാലും വിളിക്കുന്ന പറയാ, കാലത്ത് കറക്റ്റ് ടൈമിന് വിളിച്ചു. അവിടുന്ന് നേരെ പുറപ്പെട്ടു. വൈറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഒറ്റ കാര്യം പറയാണോ, നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഇടപെട്ട കാര്യം പറയുകയാണെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് തന്നെ, അതായത് നമ്മളെല്ലാവരും ഗവൺമെന്റിന്റെ ഉപഭോക്താക്കളാണ്. ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഗവൺമെന്റിന്റെ എല്ലാം ഗവൺമെന്റിന്റെ കീഴിലാണ് വരുന്നത്. ഇപ്പൊ ഈ അതോറിറ്റീസ് തന്നെ നിയമം ലംഘിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ ഗവൺമെന്റ് ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുജനത്തിന് അത്രത്തോളം പ്രതികരിക്കേണ്ടി വരില്ല. ഗവൺമെന്റ് ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ കല്യാൺ സൂപ്പർ 99 മുന്നില് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് നമ്മൾ 1916 വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ട് അവര് റീസോൾവ് എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യത്തോളം ഡീറ്റെയിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഡീറ്റെയിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോദിച്ചത് കൊലുവിൽ ഇങ്ങനെയാണോ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അവര് ഇവിടുന്ന് ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട്, ഫണ്ട് വാങ്ങിച്ചിട്ടാണ് റീസോൾവ് എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പണി പോലും ചെയ്തിട്ടില്ല. അതിനുശേഷം നമ്മൾ വീണ്ടും കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പ്രഷറായി. കാരണം ഫണ്ട് വാങ്ങിച്ചത് ചെലവാക്കി എന്നുള്ളത് കാണിക്കണമല്ലോ. പക്ഷെ ഇപ്പോഴും ലീക്കേജ് തീർത്തിട്ടില്ല. ഇപ്പോഴും അതിനുള്ളിൽ വേസ്റ്റ് ബിന്നാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും വെള്ളത്തിന് മാസം ഗവൺമെന്റിലേക്ക് ഒരു നിശ്ചിത തുക വാടക കൊടുക്കുന്ന ആൾക്കാരാണ്, ഉപയോഗിക്കുന്ന വെള്ളത്തിന്. ഇവിടെ ഈ നഷ്ടപ്പെടുന്ന 1500 കുടുംബങ്ങൾക്ക് ഒരു മാസം ഉപയോഗിക്കാവുന്ന വെള്ളം ഒരു ദിവസം നഷ്ടപ്പെടുന്നതിന് ഒരു കണക്കില്ല, ഒരു കണക്കുമില്ല എന്നുള്ളതാണ്. പിന്നെ അരമന ബാർ, നമ്മുടെ തൃശ്ശൂരിൽ അരമന ബാർ, അവിടുന്ന് പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് എത്തിച്ചിട്ട് പുറത്തേക്ക് വന്നിട്ട് ആൾക്കാർക്ക് ശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പൊ ആർക്കും ഈ ബാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. സോ നമ്മളാണ് ഇതിന്റെ ഓണേഴ്സ് എന്നുള്ള ബോധം എല്ലാ നമ്മൾ ഈ ഗവൺമെന്റിന്റെ ശരിക്കും നമ്മൾ തെരഞ്ഞെടുത്തതാണ് നമ്മളോട് പ്രതിനിധികളെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ബോധം ജനങ്ങൾക്ക് ഇല്ലാതാവുമ്പോഴാണ് ഈ ഭയം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. ഇവിടെ പല അനീതികൾക്കെതിരെ സാധാരണക്കാരന് പ്രതികരിക്കണമെന്നുണ്ട്. പക്ഷെ ആ പ്രതികരണ മനോഭാവത്തിലേക്ക് വരാത്തത് ഭയമാണ്. നമ്മളിപ്പോ നമ്മുടെ ചാനലില് ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ചെയ്യുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഭീഷണി ഉണ്ടോ, നിങ്ങളെ കൊലപ്പെടുത്തുന്നുള്ള പേടിയില്ല എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഇവർക്ക് അറിയാത്തത്, അതേപോലെ തന്നെ ഇവർക്ക് അറിയുന്നത് എന്ന് പറയുന്നത് കള്ളക്കേസിൽ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ നമ്മള് നിയമം പാലിപ്പിക്കാൻ തയ്യാറാവുകയാണ്. ഇപ്പൊ ഒന്നുമില്ല, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ നിയമം തെറ്റിച്ചിട്ട് അവരുടെ വാഹനങ്ങൾ പ്രോപ്പറായിട്ട് ഫോർമാലിറ്റീസ് ഫിനിഷ് ചെയ്യാതെ നിരത്തിൽ ഓടുന്നതടക്കം നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ പ്രൊവൈഡ് ചെയ്യാനില്ല. ഗവൺമെന്റ് വാഹനങ്ങൾ പോലും പ്രോപ്പറായിട്ട് നിയമം പാലിച്ചുകൊണ്ട് തരത്തിൽ ഓടുന്നില്ല. അപ്പോ നമ്മളാണ് ഇതിന്റെ ഓണേഴ്സ്. നമ്മളിത് സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ വേറെ ആരാണ് സംരക്ഷിക്കുക? പൊതുജനം ഇത് സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ വേറെ ആരാണ് സംരക്ഷിക്കുക? പല പ്രശ്നങ്ങളും കോടതി വരെ എത്താത്തതിനുള്ള കാര്യം ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഐഫോൺ, സാംസങ് എന്ന് പറഞ്ഞത്. സാംസങ്ങിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. സോഫ്റ്റ്വെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ലൈനുകൾ വീഴും. ഈ ലൈന് വീഴുന്നത് ഞാൻ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരു സുഹൃത്തിന് പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് അവന് കോടതിയില് ഫ്രീ ആയിട്ട് അവന് നിയമ സംവിധാനം അവന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ മൂവ് ചെയ്യാൻ തയ്യാറല്ല. നമ്മൾ എത്രയൊക്കെ ബോധ്യപ്പെടുത്തിയാലും ഇവര് തയ്യാറാവാത്തതിനുള്ള പ്രശ്നം. കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരുന്നു, അവരെ കൂടുതൽ കസ്റ്റമറിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള മനോഭാവത്തിലേക്ക് വരുന്നു. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആൾക്കാർ കാണുന്നത് നമ്മൾ ഭയങ്കര സ്റ്റാൻഡേർഡ് പറഞ്ഞ ആൾക്കാരാണ്, ശബ്ദമുള്ള ആൾക്കാരാണ്. ഇതൊക്കെ ഒരു പ്രശ്നമാണ്. സത്യത്തിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെയുള്ളൊരു കാര്യം രചിച്ചേട്ടോ പറഞ്ഞു കഴിഞ്ഞപ്പോഴും നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെയുള്ള സംഘടനകൾക്ക് സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന മാറ്റം വരുന്നതാണ്. അത് വലിയൊരു സൗണ്ടിലേക്ക് അത് കാര്യങ്ങൾ മാറുമ്പോൾ സമൂഹത്തില്
വലിയൊരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമ്പോൾ അത് വലിയൊരു മാറ്റമാണ്. അപ്പൊ അത് നാളത്തെ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് 4 പറമ്പ് കൊടുക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള കൊടുക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് വലിയൊരു കാര്യമാണ് സമൂഹത്തിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നു. എന്തായാലും എന്നെ ക്ഷണിച്ചതിനും എന്റെ ടൈം കൂടെ കൂടാൻ കഴിഞ്ഞതിനും എന്റെ ടൈം ഇവിടെയുള്ള ആൾക്കാരൊക്കെ സോ ഇങ്ങനെയുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ, കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ സോ ഞാനും അഭിമാനിക്കുന്നു. സോ ഇവിടെ വരാൻ കഴിഞ്ഞാലും ഇപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞാലും എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.